ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പുറത്തേക്ക് ഒന്ന് പോവാണ്. കുറച്ച് മെറ്റീരിയൽസും പിന്നെ എനിക്ക് കുറച്ച് ഫാൻസി സംഭവങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും മെറ്റീരിയൽസ് എടുക്കുന്നതും അതിന്റെ റേറ്റും എത്ര മീറ്റർ എടുക്കുന്നുണ്ട് തുണിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. സ്റ്റിച്ചിങ് ഇൻഷാല്ല വേറൊരു വീഡിയോയില് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും മെറ്റീരിയൽ ഏതാണ്, എത്ര മീറ്റർ വേണം, എത്രയാണ് റേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് പോവാം അല്ലേ. മെറ്റീരിയൽസ് മാത്രമുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറേ മെറ്റീരിയൽസ് നമുക്ക് എടുക്കാണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ളതായിട്ടുള്ള. ഈ പിങ്കുമ്മൽ ഡോട്ടുള്ള ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് നമ്മൾ പലാസോ തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഈ സ്ട്രൈപ്സ് ഒക്കെ കാണില്ലേ, നേവി ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, ആഷ് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ നേവി ബ്ലൂ ആണ് എടുത്തത്. അതും നമ്മൾ പലാസോ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പിന്നെ ഈ നെറ്റ് ഉണ്ടല്ലോ, ക്രീം കളർ നെറ്റ്, എന്തെങ്കിലും സ്റ്റോൺ പോലെ വരുന്നുണ്ട് ഗ്ലേസിങ്ങിൻ്റെ. പിന്നെ പല പല കളർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ ക്രീം കളറാണ് എടുത്തത്. ചെറിയ കുട്ടിക്ക് മിടി അടിക്കാനുള്ള അതിന് എടുത്തതാണ്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ലൈനിങ്ങും കൂടി എടുത്തിരുന്നു. അപ്പോൾ ഇൻഷാല്ല ഇതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്, സ്റ്റിച്ച് ചെയ്യണതൊക്കെ. ഇത് നമ്മൾ ആ ക്രീം നെറ്റ് മിടിക്ക് തയ്ക്കാൻ വിചാരിച്ച ടോപ്പാണ്. ആ ക്ലോത്താണ് കേട്ടോ ഇത്. ഇതൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ്, കുറച്ചൊക്കെ ഗ്ലേസിംഗ് ഒക്കെ ഉള്ള പോലെ. ഈ മെറ്റീരിയൽ നമ്മളൊരു ഫ്രോക്കിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. നമ്മൾ എല്ലാതും ഇങ്ങനെ ഇവിടുന്ന് ഒരുമിച്ചുകൊണ്ട് എടുക്കലാണ്, ഫുൾ മെറ്റീരിയൽസ് ഉള്ള ഷോപ്പായതുകൊണ്ട്. പിന്നെ ഇത് ഞാൻ ഷോളിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് മീറ്ററിന് 50 രൂപ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്യാനുള്ള 2 മീറ്റർ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഫാൻസിക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ കമ്മലുകളൊക്കെ കണ്ടു. ഞാൻ എടുക്കണം എന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. പിന്നെ കമ്മലിൻ്റെ ഭംഗിയുണ്ട്. പിന്നെ ഇതിന് 30 രൂപ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കമ്മലൊക്കെ എടുക്കാൻ തോന്നി. ഞങ്ങൾ ബാക്കിയുള്ള ഡ്രസ്സിനെ മാച്ച് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാനൊരു കളർഫുൾ കമ്മൽ എടുത്തു കേട്ടോ. ഇത് താഴെയുള്ള കമ്മൽ. അത് പിന്നെ കളർഫുൾ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഡ്രസ്സൊക്കെ മാച്ച് ചെയ്ത് ഇടാലോ വെച്ചിട്ട് അങ്ങനെ എടുത്തതാട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും എടുക്കാണ്ടിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ കാണിച്ചതാണ്. കമ്മലുകളും എല്ലാ ഭാഗമൊക്കെ വലിയൊരു ഷോപ്പാണ്, എല്ലാ സംഭവങ്ങളും ഉള്ളൊരു ഷോപ്പാണ്. നല്ല രസമാണ്. പോയി കഴിഞ്ഞാൽ തന്നെ കുറേ സാധനം എടുക്കാൻ തോന്നും. പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ ടോയ്സ്, ബാഗ്സ് എല്ലാതും ഉണ്ട്, ഗിഫ്റ്റ് ഐറ്റംസ്. ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അനദർ വീഡിയോ പറയാൻ പറ്റൂല. എന്താണ് ആരോ കമന്റ് ചെയ്തിരുന്നു അനദർ വീഡിയോ എന്ന് പറയണത് ഒഴിവാക്കുമെന്ന്. അപ്പോൾ ആയിക്കോട്ടെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ പിന്നെയും സലാം പറയണമെന്ന്. അത് ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് എടുത്തതായിരുന്നു. പിന്നെ ഇതിൽ കൂടെ ആഡ് ചെയ്യാക്ക് വിചാരിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്തപ്പോൾ ഞാൻ ഇൻട്രോ കൊടുത്തതാട്ടോ. അപ്പം നമ്മൾ ഇന്നിങ്ങനെ വെറുതെ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് വരാതിരിച്ചതാണ്. ഇവിടെ ഉമ്മൻ്റെ വീടിൻ്റെ അടുത്താണ് ഇങ്ങനെ റൺവേ, നല്ല വെയിലോ റൺവേ. പിന്നെ അവിടെ ബംഗളം എന്നൊക്കെ പറഞ്ഞ പേരുണ്ട്. ഇങ്ങനെ പേര് വന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളിവിടെയാണെന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാതിരിച്ചിട്ട്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ. നല്ലൊരു കാറ്റ്, പക്ഷെ നല്ല വെയിലുണ്ട്, കണ്ണൊക്കെ കുത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇഷാൻ ഹായ്. നമ്മളെ അമ്മൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ, നടന്ന് പോകാനുള്ള സ്പേസൊക്കെ ഉള്ളൂ. നല്ല സൈറ്റാണ്, നമുക്കിങ്ങനെ പോയി നിൽക്കാൻ തോന്നുന്നത്. അങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഞാൻ അവിടെ ഒരു മതിലിൻ്റെ ഹോളിൽ കൂടെ എടുത്തതാണ്, എടുക്കാൻ കഴിയാഞ്ഞിട്ട്. അങ്ങനെ എടുത്ത വ്യൂ ആണ്, എയർപോർട്ടിൻ്റെ വ്യൂ ഒക്കെയാണ്. നല്ല രസമാണ് അവിടെ കാണാൻ. കണ്ണുകുത്താണ്. നമ്മൾ നേരെ വരുമ്പോഴുള്ള സൈറ്റാണ് കേട്ടോ ഇത്. അവിടെ കണ്ടില്ല വെള്ളമൊക്കെ. അപ്പോൾ അവിടുന്ന് മണ്ണൊക്കെ എടുത്തിട്ടാണ് റൺവേ ഒക്കെ പൊക്കിയത്. അങ്ങനെ ടേബിൾ ടോപ്പ് എന്നൊക്കെ പറയണില്ലേ, അങ്ങനെ മണ്ണൊക്കെ എടുത്തിട്ടാണ് അവിടെ കുളമായത്. ബംഗളം എന്നൊക്കെയാണ് പറയണത്. എന്താ പേര് വന്നത് നമുക്ക് ശരിക്കും അറിഞ്ഞൂടാ. നല്ല വ്യൂ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഇവിടുത്തെ വെള്ളമൊക്കെ ചളിവെള്ളമായി. കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. അവിടെ അരക്കുമ്പോൾ നോക്കുന്നുണ്ട്.
നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, ആകാശത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് നല്ല സൺസെറ്റ് പോലെ ഇങ്ങനെ നിന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓറഞ്ച് കളർ ആകാശമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. കമ്മിങ്. ഇവിടെ ഫുള്ള് ഒഴിഞ്ഞ സ്ഥലമാണ്. പക്ഷെ വീടുകൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലമാണ്. ഇതിൻ്റെ ആ ഒരു സൈഡിലൊക്കെയാണ് EMA കോളേജ്. ചെറുതായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. നമ്മൾ വെള്ളത്തിൻ്റെ അടുക്ക് ഇറങ്ങാം. ഞങ്ങൾ എന്നിട്ട് വെള്ളത്തേക്ക് ഇറങ്ങാൻ പോയപ്പോൾ അവിടെ ആരൊക്കെ കുട്ടികളും കുറച്ച് ഫാമിലീസൊക്കെ വന്നാണ്. അപ്പോൾ ഞാൻ അപ്പുറത്തെ ഒരു വെള്ളത്തേക്ക് ഇറങ്ങി. ഇവരിങ്ങനെ ഇതിൽ കൂടെ അങ്ങ് നടന്നു പോവായിരുന്നു. അങ്ങനെ കുറച്ച് ഫാമിലീസൊക്കെ വന്നിരുന്നു. ചേച്ചു ഹായ് പറയടോ. രസമില്ലേ? നമ്മള് പ്ലെയിനെ കണ്ടില്ലല്ലോ. പ്ലെയിനെ കണ്ടോ? നമ്മളവിടെ ഇവിടക്ക് വെള്ളത്തിന്റെ അടുക്ക് പോയില്ലേ? അതിന് നടക്കാച്ചില്ലല്ലോ. ഇവിടെ ഫുള്ള് ഒഴിഞ്ഞ സ്ഥലമാണ്. പക്ഷെ വീടുകൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലമാണ്. ഇതിൻ്റെ ആ ഒരു സൈഡിലൊക്കെയാണ് EMA കോളേജ്.